ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ചേമ്പ് വെച്ചിട്ട് ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. പുളിങ്കറി നമുക്ക് രണ്ട് തരത്തിൽ ഉണ്ടാക്കാം. ഒന്ന് നാളികേരം അരച്ചിട്ട് ഉള്ള ഒരു പുളിങ്കറി ഉണ്ടാക്കാം, പിന്നെ നാളികേരം അരയ്ക്കാതെ അങ്ങനെയും പുളിങ്കറി ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നാളികേരം അരയ്ക്കാതെ ഉണ്ടാക്കുന്ന, അതിന് കടും പുളിങ്കറി എന്ന് പറയും. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത്. അതും ചെറുചേമ്പാണ് കേട്ടോ, ചെറുചേമ്പ് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ചേമ്പിൽ നല്ല പല ഗുണങ്ങളും ഉള്ളതാണല്ലോ ചേമ്പ്. അതിൽ ഫൈബർ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്, വിറ്റാമിൻ സി നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അങ്ങനെ എല്ലാ ഗുണങ്ങളും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതാണ്. ഇനി പല പല ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. പൊട്ടാസ്യം നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും നന്നായി അടങ്ങിയിരിക്കുന്നതാണ് ചേമ്പ്. അപ്പൊ ആ ചേമ്പ് വെച്ചിട്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പുളിങ്കറി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്ന് കാണിച്ചു തരാം. പുളിങ്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മളിവിടെ ചേമ്പ് വെച്ചിട്ടാണല്ലോ പുളിങ്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ചേമ്പ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലത്തെ ചെറുചേമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പരിപ്പ് കണ്ടില്ലേ, തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ തക്കാളി കാരണം 2 എടുത്തിക്കണം, അല്ലെങ്കിൽ 1 എടുത്താലും മതി. അതൊക്കെ നിങ്ങൾ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളാം. പിന്നെ മുളക് പൊടി ഞാനൊരു ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുടംപുളി. പുളി ഉണ്ടെങ്കിൽ പുളി എടുത്തോളം. ഞാൻ കുടംപുളിയാണ് എല്ലാവരും ഉപയോഗിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ കുടംപുളി എടുക്കുന്നത്. ഇത് അന്ന് ഞാൻ കാണിച്ചിരുന്നില്ലേ കുടംപുളി നമ്മൾ ഉണ്ടാക്കണത്. ആ കുടംപുളി ഉണങ്ങിയതാണ്. കണ്ടില്ല, ഇതേപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഉണക്കാൻ വെക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വേഗം ഉണങ്ങി കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെക്കുക. പിന്നെ നമുക്ക് വറവിടാനായിട്ട് കടുക് വേണം, ഉലുവ വേണം, 2 വറ്റൽമുളക് വേണം. പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറവിടുക കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പൊ എന്നാലും നമുക്കിനി ചേമ്പൊക്കെ മുരി കളഞ്ഞ് വെക്കാം. അതേപോലെ പരിപ്പ് വേവിക്കുകയും ചെയ്യാം. എന്നാലും നമുക്ക് അതൊക്കെ ചെയ്യാം. ഞാനിവിടെ ഈ ചേമ്പ് നന്നായിട്ട് അതിൻ്റെ മൊരിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ പരിപ്പ് ഈ കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 4 വിസിലടിച്ചോട്ടെ. അപ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടും. പിന്നെ ഇതും കൂടി ഒപ്പടണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ചേമ്പിന് അത്ര വലിയ വേവില്ലല്ലോ, പരിപ്പിന് വേവുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഒറ്റ വിസിലടിച്ചിട്ട് വേണമെങ്കിൽ കഴിഞ്ഞിട്ട് ഇതിലിടാം. ഞാനിത് വേറെ തന്നെയാണ്, ചട്ടിയിലായിട്ട് വേറെയാണ് ഉണ്ടാക്കണത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതൊരു 4 വിസിലടുപ്പിക്കുന്നുണ്ട്. 4 വിസിലടിച്ച് കൊണ്ടുവരാം. നമുക്ക് എന്നാലും ഇനി കുക്കറൊന്നും കൂടെ തുറന്ന് നോക്കുക. കണ്ടില്ലേ, നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഇതില് വേഗം ആവണമെന്നുണ്ടെങ്കിൽ ഈ ചേമ്പ് നുറുക്കിയതും ഈ തക്കാളിയും കൂടി ഇതിലിട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി, പെട്ടെന്നായി കിട്ടൂട്ട. ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചട്ടിയിലാണ് ഇനി വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി വെക്കുന്നത്. നിങ്ങളെ എളുപ്പത്തിന് വേഗം ചെയ്യാൻ വേണ്ടി ഒരൊറ്റ വിസിലടിച്ചോളൂ കേട്ടാ. വിസിലടിച്ചിട്ട് ഒന്ന് ഇരുന്നിട്ട് അവിടെ തുറന്നോളൂ. അപ്പൊ ചേമ്പ് തന്നെ കറക്റ്റ് പാകാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇത് ഇതിലേക്ക് ഒഴിക്കട്ടെ. പരിപ്പ് ഇതിലിട്ടു. അതോടുകൂടി തന്നെ നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചേമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതേപോലെ നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ പുളി പിന്നെ ഉപ്പ് നമുക്ക് കുറച്ചൊന്നും ഇങ്ങോട്ട് വെന്തതിന് ശേഷം ഇനി ഞാൻ ഗ്യാസ് കത്തിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായി ഒന്നും ഇങ്ങോട്ട് വെന്ത് വരട്ടെ.
നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ ഇതൊന്നും ഇങ്ങോട്ട് വെന്ത് വരണ്ടേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇവിടെ അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ഒന്നും ഇങ്ങോട്ട് വെന്ത് വന്നതിൻ്റെ ശേഷം മതി നമുക്ക് ഈ എന്താ പറയുക കുടംപുളിയും അതേപോലെ ഉപ്പിട്ട് കൊടുക്കല്. നമ്മളുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നിവിടെ തുറന്ന് നോക്കുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കണ്ടില്ല, ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കുടംപുളി നമ്മളെ വെച്ചിട്ടില്ലേ, ഈ കുടംപുളിയും കൂടി അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് ചെറുതാക്കിയിട്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് ഇട്ടതിന്റെ ശേഷം ഒന്നും കൂടി ഇങ്ങോട്ട് തിളച്ച് വെന്ത് വരട്ടെ. ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇനി അവിടെ കിടന്ന് വെന്ത് വരട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കുക. കണ്ടില്ലേ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് നമുക്ക് വറവിടാനൊക്കെ നോക്കാം. ഇനിയിപ്പോൾ ഈ ഇങ്ങനത്തെ കൽച്ചട്ടി ആയത് കാരണം അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി ഇരുന്ന് വേവും ചെയ്യും. ഞാനൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ചൂടായി വരട്ടെ. ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ വറ്റൽമുളകും കൂടി അത് ഇട്ട് കൊടുക്കാം. ഇതിങ്ങടെ ആയി വന്നാൽ നമുക്ക് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അതിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പ് വെച്ചിട്ടുള്ള പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നല്ല സ്വാദുമാണ് കഴിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? അപ്പൊ നമുക്ക് നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.